കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. റോയിയുടെ മരണസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെയും ചോദ്യം ചെയ്യും. റോയിയുടെ ഓഫീസ് പരിസരത്തെ CCTV ക്യാമറകൾ ഓഫാക്കിയതിലും അന്വേഷണമുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പരിശോധന നടത്തും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ CJ റോയിയുടെ മരണത്തിന് പിന്നാലെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ തേടിയതാണ്. തങ്ങളുടെ സമ്മർദ്ദമല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് ആദായനികുതി വകുപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഡയറി കുറിപ്പിൽ ഈ ഒരു സമ്മർദ്ദം മാത്രമല്ല, അതായത് ഈ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം മാത്രമല്ല, തനിക്ക് മറ്റ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഡയറി കുറിപ്പാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇപ്പോൾ ഈ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ? ടോമി, കാര്യത്തിൽ അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം, കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്. അവർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ റോയിയുടെ കുടുംബാംഗങ്ങൾ എന്നിവരിൽ നിന്നാണ് പ്രാഥമികമായി വിവരശേഖരണം നടത്തുന്നത്. കാരണം എന്ത് കാരണങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് കാര്യത്തിൽ ഇപ്പോഴും ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു വ്യക്തതയില്ല എന്നതാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും അതിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തായിരുന്നു? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും സമ്മർദ്ദമുണ്ടായിരുന്നു, അതോ ഈ കമ്പനി ഏത് രീതിയിലാണ്, ഈ സാമ്പത്തിക സ്ഥിതി അത് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക വിഷയങ്ങൾ അലട്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രാഥമികമായ പരിശോധനയും മൊഴിയെടുപ്പുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമികമായി ശേഖരിച്ച വിവരത്തിൽ തങ്ങളൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല, തങ്ങൾ ആ രീതിയിലൊരു സമ്മർദ്ദത്തിലേക്ക് പോകുന്ന രീതിയിലൊരു ചോദ്യം ചെയ്യലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പ്രാഥമികമായും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വിശദാംശങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കണം. കാരണം ഈ ദിവസങ്ങളിൽ അവർ ഈ ഒരു ആഘാതത്തിന്, ഈ വലിയ ദുരന്തം ഏൽപ്പിച്ച വലിയ മാനസിക സംഘർഷങ്ങളുണ്ട്. അതിൽ നിന്ന് അവരത് പൂർണ്ണമായും പുറത്തു വരാൻ സമയമെടുക്കുമെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും എന്തെങ്കിലും സംസാരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ അവരെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം അവരെ കാത്തിരിക്കുന്നത്. അവരിൽ നിന്ന് ഈ കമ്പനിയുടെ സാമ്പത്തിക വശങ്ങൾ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരശേഖരണം നടത്തും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. 9 പേജുള്ള ഡയറി കുറിപ്പുകൾ അതൊരു ആത്മഹത്യാ കുറിപ്പായി കാണാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കാരണം അത് മറ്റൊരിടത്തു നിന്ന് ഡയറിയിൽ നേരത്തെ തയ്യാറാക്കിയ രീതിയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അതും ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന രീതിയിലേക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാടായി ഇതിൽ പറയുന്നത്. അത് സംബന്ധിച്ച് അതിലെ വസ്തുതകൾ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അതിൽ സൂചനകളുണ്ട്. കാരണം അതിൽ ചില നിക്ഷേപങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചില സൂചനകളുണ്ട്. എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഡിസംബറിൽ തുടങ്ങിയ അന്വേഷണം സംബന്ധിച്ച ചില സൂചനകളും അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ രീതിയിലുള്ള വിവരശേഖരണം അടക്കം നടത്തേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അതിനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ്. ഏതായാലും എന്തായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ, അത് കുടുംബാംഗങ്ങൾക്കറിയുമോ, അതിൽ സഹോദരനറിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായും പരിശോധിക്കുന്നത്. നിക്ഷേപകരിൽ ആശങ്കപ്പെടേണ്ടതിൽ ആ കമ്പനി മുന്നോട്ട് പോകണം. തീർച്ചയായും അതേക്കുറിച്ച് ആരോടെങ്കിലും CJ റോയ് പങ്കുവച്ചിരുന്നോ എന്നതുൾപ്പെടെ അറിയണം. ഡാനി, ഇവിടെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. ഈ റോയിയുടെ ഓഫീസ് പരിസരത്തെ CCTV ക്യാമറകൾ എന്തുകൊണ്ടാണ് റെയ്ഡിൻ്റെ സമയത്തൊക്കെ ഓഫ് ചെയ്തത്? ഇക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പ് ഈ അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ടോമി ഇതിൽ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ ആ തുടക്കത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും തന്നെ സഹകരിക്കും. തങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഒരു പരിശോധനകളുടെ ഭാഗമായി, തങ്ങളുടെ ജോലി നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് തങ്ങൾ ഇവിടേക്ക് വന്നത്. മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ആ പരിശോധനകളായിരുന്നു തുടർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആ പരിശോധനകളുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. മറ്റ് പല ഉദ്യോഗസ്ഥരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാർ
ജീവനക്കാരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് കൂടുതൽ പരിശോധനകളിലേക്ക് വന്നത്. ചില രേഖകളടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമായിരുന്നു. അതുകൊണ്ടാണ് CJ റോയിയെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചത്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു ഓഫീസിലെ പരിശോധനയിൽ നടക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോയത് എന്നെല്ലാമാണ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായും പറഞ്ഞിരിക്കുന്നത്. CCTV അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിലെല്ലാം തന്നെ ഇനി പ്രത്യേക അന്വേഷണ സംഘം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തമായ രീതിയിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അത് വൈകാതെ ഉണ്ടാകും. പ്രത്യേകിച്ച് അവരെ മൊഴിയെടുപ്പ് അടക്കം വൈകുന്ന സാഹചര്യത്തിലാണ് ഒരു വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി വരാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ അത്തരം കാര്യങ്ങളിലുമുള്ള ഒരു വിശദീകരണം ഉണ്ടായേക്കും. എന്തായാലും തുടക്കം മുതൽ നിലനിൽക്കുന്ന ഒരു ദുരൂഹത ഇക്കാര്യത്തിലുണ്ട്. അത് ഈ ദിവസങ്ങൾ കഴിയുമ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. ഒന്ന്, മരണം സംഭവിക്കാനുള്ള കാരണങ്ങളിലേക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് CJ റോയി എത്തിച്ചേർന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.